ഫണ്ടമെന്റൽസിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഇവന്റ്സ് ഉണ്ട്. അതായത് എക്കണോമിക് ഇവന്റ്സ് ഉണ്ടാവും. ഓരോ രാജ്യത്തിന്റെയും അവരുടെ ഡാറ്റ, അവരുടെ എക്കണോമി ബേസ് ചെയ്തിട്ട് ആ ഒരു രാജ്യം പുറത്ത് വിടുന്ന കുറച്ച് ഡാറ്റാസ് ഉണ്ടാവും. അതിലൊന്നാണ് മെയിൻ ഒന്നാണ് NFP, അതായത് നോൺ ഫാം പേറോൾ. ഇത് എല്ലാ മാസവും ഫസ്റ്റ് വീക്ക് വെള്ളിയാഴ്ച ആയിരിക്കും പൊതുവെ വരാൻ ചാൻസ് ഇല്ല. പ്രീവിയസ് മന്തിനെക്കാളും എത്രത്തോളം ആൾക്കാർ ജോലി കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നുള്ളൊരു ഡാറ്റയാണ്. സോ ഇവിടെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടാണ് ഡാറ്റ വരുന്നതെങ്കിൽ ആ ഒരു കറൻസി, അതായത് USD എന്നുള്ള കറൻസിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റാലി, അതായത് പോസിറ്റീവ് സൈൻ ആയിരിക്കും സംഭവിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നെഗറ്റീവ് വരുവാണെങ്കിൽ ആ ഒരു കറൻസി വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ USD ബേസ് ചെയ്തിട്ടുള്ള കറൻസീസിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും NFP എന്നുള്ള ഡാറ്റ ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് CPI ആണ്. CPI അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. മാർക്കറ്റിനെ നല്ല രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ഡാറ്റയാണ് ഈ CPI. സോ ഇത് ആ ഒരു രാജ്യത്തിന്റെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളൊരു ഡാറ്റയാണ്. സോ ഇവിടെ ഇതൊരു ഇൻഫ്ലേഷൻ ഡാറ്റ കൂടിയാണ്. ഒരു ഹൈ വോളറ്റൈൽ ഡാറ്റയാണ് ഈ CPI എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഡാറ്റയെ പറ്റി കൂടുതൽ നോളജ് അറിയാണ്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോസസ് വരാനും ചാൻസസ് കൂടുതലാണ്.